5 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പോട് കൂടി ഈ പാർട്ടിയെ അങ്ങ് കബറടക്കി കളയണമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ SDP കുറിച്ച് അവർ മനസ്സിലാക്കിയവർക്ക് ചില തെറ്റിദ്ധാരണകൾ അവർക്കുണ്ടായി. RSSനെയും BJPയെയും ഈ പറയുന്ന മുന്നണികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ SDP-യെയും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നവർ ഈ തെരഞ്ഞെടുപ്പില് അവർക്ക് തിരിഞ്ഞു. അവരുടെ ആയുധപ്പുഴയിലുള്ള സകല ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് SDP-ക്കെതിരെ അവർ യുദ്ധം ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന മുന്നണികളുടെ നേതൃത്വത്തിൽ നടന്നു. അങ്ങനെ 2 അക്കം തികക്കില്ല എന്നവർ തീരുമാനിച്ചു. പക്ഷേ 102 സീറ്റ് SDP നേടി. എങ്ങനെയാ 102 സീറ്റ് നേടിയത്? 2020 SDP കിട്ടിയത് 102 സീറ്റാ. അതേ അക്കം സംഖ്യ തന്നെയാണ് ഇപ്രാവശ്യം SDP-ക്ക് കേരളത്തിൽ കിട്ടിയത് 102 സീറ്റ്. എന്ന് പറഞ്ഞാൽ SDP-യെ തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ തൽക്കാലത്തേക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളെ ഒരു ഇഞ്ച് പിറകോട്ട് ചവിട്ടി മാറ്റാൻ ഈ പറയുന്ന സകല പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് തീരുമാനമെടുത്താലും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള തീരുമാനമാണ് 102 സീറ്റ് നിലനിർത്തിയതോടുകൂടി ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഇനി എന്തൊക്കെയാണ് വരാനുള്ള സകലതും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി ഞങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രളയം വരാനില്ല തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ 2025 ഞങ്ങളെ കടിച്ച മാളത്തിൽ നിന്ന് അതേ മാളത്തിൽ നിന്ന് ഇനി ഒരിക്കൽ SDP-ക്ക് കടിയേൽക്കില്ല, പാമ്പ് കടിയേൽക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്രമപ്രവൃത്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നാടിന്റെ പ്രശ്നങ്ങൾ, ഈ ജില്ലയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് കൂടെ ചേർക്കാൻ കഴിയുന്ന പാർട്ടി എന്ന് പറയുന്നത് SDP മാത്രമാണ്. SDP-യുടെ കൂടെ നിന്നാൽ നിങ്ങളുടെ കൂടെ എല്ലാ പ്രതിസന്ധികളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഒരു തർക്കവും വേണ്ട. ഇപ്പൊ SIR-ന്റെ വിഷയം ഇപ്പൊ തൽക്കാലം വലിയ പ്രതിഷേധങ്ങളും പരിപാടികളും നമ്മൾ കാണുന്നു. ഈ SIR-ന്റെ പ്രശ്നം, ഇതിന്റെ പിന്നിലുള്ള അജണ്ട ആദ്യമായി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ പാർട്ടി SDP-യും. SIR കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ SIR-ന്റെ കാര്യം പറഞ്ഞപ്പോ അത് കേരളത്തിൽ ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും ഈ SIR-ന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മുഴുവൻ ജനങ്ങളും ഈ SIR-ന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള പ്രവർത്തനങ്ങളെ പാർട്ടിയുടെ പ്രവർത്തകരെ ഏറ്റെടുക്കണം. പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ വീടാന്തരം SDP പ്രവർത്തകർ കയറി നടന്നു. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ BLO-മാര് SIR-ന്റെ എന്യൂമറേഷൻ ഫോമുമായിട്ട് വീടുകളിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ SDP-യുടെ പ്രവർത്തകർ ആ വീടുകളിലെത്തി. അങ്ങനെ ജനങ്ങളോട് SIR-ന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞതിന് അജണ്ടയെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ആ കുടുംബത്തിലെ ഏത് കുടുംബത്തിലാണോ SDP-യുടെ പ്രവർത്തകർ ചെന്നത് ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും SIR-ന്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി പാർട്ടി പ്രവർത്തകരെ ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന എല്ലാ വിഷയത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് വിനയത്തോടെ പറയുന്നത്, നിങ്ങൾ ഈ പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത് ഞങ്ങളുടെ താല്പര്യമല്ല. ഈ മുന്നണികളിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് SDP ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞകാല മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ഇല്ലാത്ത, കഴിഞ്ഞകാല ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഇല്ലാത്ത, കഴിഞ്ഞ കാലത്ത് കോൺഗ്രസിന്റെ സമര നേതാക്കന്മാർക്ക് അവർക്ക് ഉണ്ടായിരുന്ന ധീരത, അവർക്കുണ്ടായിരുന്ന നട്ടല് അതില്ലാത്ത ഇന്നത്തെ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, LDF-ലെ CPM നേതാക്കന്മാർക്ക് ഇന്ന് നമ്മുടെ നാട് നേരിട്ട്
ഉന്നയിക്കുന്ന ഭീഷണിയെ ചെറുക്കാൻ സാധിക്കില്ല. അവർക്ക് RSS ഒരു അജണ്ടയല്ല, അവർക്ക് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു അജണ്ടയല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോ ഇത് ഞാൻ വെറുതെ നിങ്ങളുടെ മുമ്പിൽ SDPക്ക് ആവാഹനം വേണ്ടി പ്രസംഗിക്കുന്നതല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാലോ, രാഹുൽ ഗാന്ധി ഇപ്പൊ കഴിഞ്ഞ എന്റെ ശ്രദ്ധ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ഒരു 5 മിനിറ്റും കൂടി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ RSSന്റെ സംഘപരിവാറിനെ വലിയ തരത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ അഭിനന്ദനാർഹമാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയും. രാജ്യം നേരിടുന്ന സംഘപരിവാർ ഭീഷണിയെ കുറിച്ച് വളരെ കൃത്യമായി പറയാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കണം. എന്റെ കഴിഞ്ഞ 1 വർഷം മുമ്പ് കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഒരുപക്ഷെ നമ്മളിൽ പലരും അതിപ്പോഴും ഓർത്തു കാണും. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെയല്ല, ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ പോരാടുന്നത് ഇന്ത്യ സ്റ്റേറ്റിന് എതിരെ തന്നെയാണ്. യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ വകുപ്പ് ഉൾപ്പെടുത്തി കേസെടുക്കാൻ കഴിയുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തി. BJP ഭരിക്കുന്ന സർക്കാരിനെതിരെ മാത്രമല്ല, ഇന്ത്യ സ്റ്റേറ്റിനെതിരെ തന്നെയാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ BJP നേതാക്കന്മാർ പറഞ്ഞു, രാഹുൽ ഗാന്ധി അർബൻ നക്സലാണ്, പാകിസ്ഥാന്റെ ചാരനാണ്, മുസ്ലിം തീവ്രവാദിയാണ്, മാവോയിസ്റ്റാണ്. ഇങ്ങനെ BJPക്കാർ വലിയ പ്രചാരണം നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ നമുക്കും തോന്നിയിരുന്നു അതിലെന്തോ ഒരു അപകടമുണ്ടല്ലോ. സാധാരണ സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്, ഇതൊരു സ്റ്റേറ്റിനെതിരെ എന്താണ് അദ്ദേഹം സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിനെതിരെ ഗുജറാത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിരുന്ന കേസ് ഇപ്പോൾ നടക്കുകയാണ്. പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യയിലെ മുഴുവൻ സംവിധാനങ്ങളും, രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും RSSന് വിധേയപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം നമുക്കറിയാലോ, ഇന്ത്യയിലെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ, രാജ്യത്തിന്റെ ജനങ്ങളുടെ സമ്മതിദാന അവകാശത്തെ സംരക്ഷിക്കുന്ന, ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഒരു ഉപകരണമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇന്ന് RSSന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ നിന്ന് എടുക്കുന്ന തീരുമാനം നേരിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒരു ബോഡിയാണ്. നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയിലെ പ്രധാനമന്ത്രി മാത്രമല്ല, ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ കൂടെ പ്രതിപക്ഷ നേതാവും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ടായിരുന്നു. 4 പേര് ആയിരുന്നു ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിച്ചിരുന്നത്. BJP അധികാരത്തിൽ വന്നപ്പോൾ അവർ പണി ചെയ്തു. ചീഫ് ജസ്റ്റിസിനെ ആ പാനലിൽ നിന്ന് ഒഴിവാക്കി. ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. അങ്ങനെ 3 ആൾ മാത്രം, പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്, ഈ 3 ആൾ മതി, ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാരനായ BJPക്കാരനായ RSSകാരനായ അദ്ദേഹം തീരുമാനിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററും തീരുമാനിച്ചാൽ, നേർക്ക് നേരെ പറഞ്ഞാൽ മോഹൻ ഭഗവത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നാഗ്പൂരിലെ മീറ്റിംഗില് തീരുമാനിച്ചാൽ ആരാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനിൽ തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന വക്കീലന്മാര് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, ഹർജി ഫയൽ ചെയ്തു. ഈ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് ഈ തീരുമാനം പിൻവലിക്കണം, ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം, തിരിച്ചുൾപ്പെടുത്തണം പറഞ്ഞു. അങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി നിർബന്ധിതരായി BJPക്കാർ. പക്ഷെ അപ്പൊ അവർ അതിന് മറികടക്കാൻ വേണ്ടി ഒരു പുതിയ തീരുമാനമെടുത്തു. തുടർന്ന്
നടന്ന പാർലമെന്റിൽ ലോകസഭയില് ഭരണഘടന ഭേദഗതി ചെയ്തു. എന്നിട്ട് വീണ്ടും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. സുപ്രീം കോടതിക്ക് പോലും രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്, രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സുപ്രീം കോടതിയാവട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ, സകല ഭരണഘടനാ സ്ഥാപനങ്ങളും ഇതാ RSSന്റെ കൈപ്പിടിയിലാണ്, സംഘപരിവാറിന്റെ കൈപ്പിടിയിലാണ്. അതുകൊണ്ട് ഈ മുഴുവൻ സംവിധാനങ്ങൾക്കെതിരെയും ഇന്ത്യയിലെ ജനങ്ങൾ പോരാടേണ്ട സാഹചര്യമാണ്. പക്ഷെ എന്താ പ്രശ്നം? രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൽ ഇദ്ദേഹം ഉയർത്തുന്ന ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം അജണ്ട കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ പോലും കഴിയുന്ന നേതാക്കന്മാർ കോൺഗ്രസിലില്ല. മല്ലികാർജുൻ ഖാർഗെക്ക് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിന് താല്പര്യമില്ല. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇല്ല. KC വേണുഗോപാലില്ല. ഏതെങ്കിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും സംസ്ഥാന നേതാക്കന്മാർക്ക് RSSന്റെ ഈ അപകടത്തെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. അവർക്ക് പേടിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേടിയാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പേടിയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പേടിയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേടിയാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്റെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള ഭയമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയേ വേണ്ട. അവരെ കൊണ്ട് കഴിയില്ല. അവർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ 69 ലക്ഷം വോട്ടർമാരെ ബീഹാറില് SIRന്റെ പേരില് അവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു. കഴിഞ്ഞില്ലല്ലോ. അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിനെ കൊണ്ടോ CPMനെ കൊണ്ടോ മുസ്ലിം ലീഗിനെ കൊണ്ടോ കൂടാത്ത ഒരു ഭീഷണിയാണ് സംഘപരിവാരം. അതിന് സംഘപരിവാരത്തെ കുറിച്ച് പഠിച്ച, RSSനെ കുറിച്ച് പഠിച്ച, അവരുടെ അജണ്ടയെ കുറിച്ച് മനസ്സിലാക്കിയവരെ നമ്മൾ എന്ത് ചെയ്യണം? പിന്തുണക്കണം. SDP പിന്തുണക്കണമെന്ന് നേരെ നിങ്ങളോട് പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഇവിടെ മീറ്റിംഗ് വെക്കുമ്പോ, നിങ്ങളോട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് സംസാരിക്കുമ്പോ, ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസൽ ഡൽഹിയിലെ തിഹാർ ജയിലിൽ കിടക്കാൻ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു.